വയനാട് നമ്പ്യാർകുന്നിൽ വീട്ടമ്മയായ എലിസബത്തിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. കൈനരമ്പ് മുറിച്ച നിലയിൽ കണ്ട ഭർത്താവ് തോമസ് വർഗീസിനെ നൂൽപ്പുഴ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. നമ്പ്യാർകുന്നിലെ വീട്ടിൽ കട്ടിലിനോട് ചേർന്നാണ് രാവിലെ എലിസബത്തിന്റെ മൃതദേഹം കണ്ടത്. സമീപത്തായി ഭർത്താവ് തോമസ് വർഗീസിനെ കൈനരമ്പ് മുറിച്ച് രക്തം വാർന്ന നിലയിലും കണ്ടെത്തിയിരുന്നു. എലിസബത്തിന്റെ ദേഹത്ത് ക്ഷതമേറ്റതിന്റെ പാടുകൾ ഒന്നുമില്ലായിരുന്നു. മകളെ ഭർത്താവിന്റെ വീട്ടിൽ വിട്ട ശേഷം ഇന്നലെ രാത്രിയോടെയാണ് ദമ്പതികൾ വീട്ടിൽ മടങ്ങിയെത്തിയതെന്ന് പോലീസ് പറയുന്നു. ഇവർ രണ്ടുപേരുമല്ലാതെ രാത്രി മറ്റാരും വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ടൗണിൽ ബേക്കറി നടത്തിയിരുന്ന തോമസിന് കുടുംബ പ്രശ്നങ്ങൾ ഒന്നുമുള്ളതായി അറിയില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഡോക്ടർമാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് എലിസബത്തിൻ്റേത് ശ്വാസം മുട്ടിച്ചുള്ള കൊലപാതകമാണ് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് നൂൽപ്പുഴ പോലീസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ മരണകാരണം ഉറപ്പിച്ചു പറയുവാൻ കഴിയൂ. കേസിലെ ദുരൂഹത നീക്കുവാനുള്ള ശ്രമത്തിലാണ് പോലീസ്. കൈനരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയ ഭർത്താവ് തോമസ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകുന്നതിനനുസരിച്ച് ഇയാളുടെ മൊഴിയെടുക്കുവാനാണ് ശ്രമം.